ആദരണീയരായ ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ ശ്രീ മുരളിയും സജയമൊക്കെ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ കോൺഫറൻസ് വളരെ സ്നേഹപൂർവ്വം, സന്തോഷപൂർവ്വം, വിനയപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അത് നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ മറന്നു പോകും, അതുകൊണ്ടാണ്. പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ആവശ്യമുള്ള കാര്യം മാത്രം പറയാതെ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നൊരു സ്വഭാവമുള്ളതുകൊണ്ടാണ്. ഇവിടെ ഫാദർ വളരെ വിശദമായിട്ട് സംഗീതത്തിൻ്റെ ചരിത്രപരവും അതിൻ്റെ വേറെ മൂല്യപരവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഹ്രസ്വമായി എന്നാൽ വളരെ പ്രൗഢമായി തന്നെ അവർ പറയുകയുണ്ടായി. ഞാൻ ഒരു സംഗീതത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ചോ ഒരു പണ്ഡിതനല്ല. ചലച്ചിത്രഗാന രംഗത്ത് ഒരു യാദൃച്ഛികമായിട്ട് വന്നുപെട്ട ആളും കൂടിയാണ്. പക്ഷേ ചലച്ചിത്രഗാന രംഗത്ത് വന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കുറേ കാര്യങ്ങളൊക്കെ അറിയാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു സാധാരണഗതിയിലൊരു ലേമൻസ് നോളജ് തന്നെയാണ് അതിലൊക്കെ ഉള്ളൂ. അത്തരം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ മാത്രമേ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ സംഗീതത്തെക്കുറിച്ചുകൂടെ പറഞ്ഞതുപോലെ അതിൻ്റെ അപാരമായിട്ടുള്ള സാധ്യതകളും വിസ്തൃതിയും അത് സമൂഹത്തിൽ അതിന് ഉള്ള സ്വാധീനവും ഇതൊക്കെ തന്നെ വളരെയധികം പറയപ്പെട്ടിട്ടുള്ളതും പഠിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇനിയും പഠിക്കേണ്ടതായിട്ടുള്ള സംഗതി കൂടിയാണ്. എല്ലാ സമൂഹത്തിലും സംഗീതം, ഒരുപക്ഷെ ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവ്യക്തമായ രീതിയിലെങ്കിലും സംഗീതം ഉണ്ടായിരിക്കണം. കാരണം പ്രപഞ്ചത്തിൽ സംഗീതം ഉണ്ടെന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിലെ തന്മാത്രകളുടെ ചലനത്തിലാണെങ്കിലും അതുമുതൽ ഈ നെബുലകളുടെയും ഗാലക്സികളുടെയും ആകാശഗംഗകളുടെയൊക്കെ അതിൻ്റെയൊക്കെ തന്നെ ചലനങ്ങളിലെല്ലാം തന്നെ ഇലകളുടെ അനക്കങ്ങളിലും ഇപ്പോൾ പൂമ്പാറ്റയുടെ ചിറകടിയിലും എല്ലാം തന്നെ സംഗീതം അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഗീതം എല്ലാ കാലത്തും സമൂഹത്തിലുണ്ടായിരുന്നു. സംഗീതമില്ലാത്ത, സംഗീതത്തെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. 3 തരത്തിലാണല്ലോ ആളുകൾ: മനുഷ്യർ, അല്ലെങ്കിൽ ജന്തുക്കൾ, പിന്നെ സസ്യങ്ങൾ, അങ്ങനെ വേണമെങ്കിൽ ഒരു വർഗീകരിക്കാം. ഈ 3 വിഭാഗത്തിനും സംഗീതം ആസ്വദിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളതും സംഗീതം ആസ്വദിക്കുന്നുണ്ട് എന്നും ആണ് ഏകദേശം ശാസ്ത്രീയമായിട്ട് തന്നെ പറയപ്പെടുന്നൊരു കാര്യം. അപ്പോൾ സംഗീതം തീരെ ആസ്വദിക്കാത്ത ആൾക്കാർ ഈ 3 വിഭാഗത്തിലും പെടാത്തവർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള സംഗീതത്തെക്കുറിച്ച് ഒരുപാട് പറയാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം. ഞാൻ ചലച്ചിത്രഗാനങ്ങളുടെ ഒരു ലോകത്ത് മാത്രം മൂന്നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ചലച്ചിത്രഗാന രംഗത്തേക്ക് വരുന്നത് വളരെ യാദൃശ്ചികമായിട്ടുള്ളൊരു സംഗതിയാണ്. പല ആളുകളും പലപ്പോഴും സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള പ്രയത്നം നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്ക് അവരുടെ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ആദരവും അത്ഭുതവും ഒക്കെ തോന്നും. അതിനുവേണ്ടി അത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് അവരത് എത്തിപ്പെട്ട്. ചെറിയ ഒരു കാര്യങ്ങളാണെങ്കിൽ പോലും വലിയ നടന്മാരായ ആളുകളുടെ കാര്യം പറയാനുമില്ല. ഗായകരാവാൻ വേണ്ടിയിട്ടും പിന്നെ നടന്മാരാവാൻ വേണ്ടിയിട്ടും പാട്ടെഴുത്തുകാരാവാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കോടമ്പക്കം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിടന്ന് പൈപ്പ് വെള്ളമൊക്കെ കുടിച്ച് കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ ചരിത്രം നമുക്കറിയാം. പക്ഷേ ഭാഗ്യവശാലോ എന്തോ എനിക്ക് ഈ ഒരു അവസരം അങ്ങനെ വന്നു ചേരുകയാണ് ഉണ്ടായത്. അതൊരു സിനിമ, ഗർഷം എന്ന് പറയുന്നൊരു സിനിമയിൽ പാട്ടെഴുതാനുള്ള ഒരു അവസരം വന്നു. അത് ഞാൻ വളരെ മടിയോട് കൂടിയിട്ട്, കാരണം എനിക്ക് പരിചയമില്ലാത്തൊരു പണിയായതുകൊണ്ട് വളരെ മടിയോട് കൂടിയിട്ട് അത് ഏറ്റെടുക്കുകയും, മടിയും ഭയവും ഉണ്ടായിരുന്നു. പരിചയമില്ലാത്തൊരു ഏർപ്പാടാണ്. അങ്ങനെ അതിൽ ഏർപ്പെടുകയും പിന്നീട് തുടരെ സിനിമ എങ്ങനെയൊക്കെയോ കുറേ പാട്ടുകൾ വരികയും എഴുതുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പാട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ സംഗീതം അല്ലെങ്കിൽ കവിത, ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ചില നിയതമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും നിർവചനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ പാട്ട് ഇതിന് വേറെ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ പാട്ട് സംഗീതത്തിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ കവിതയുടെ തന്നെ വേറെ ഒന്നാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഇതൊക്കെ ശരിയാണ്, ഭാഗികമായി മാത്രം ശരിയാണ്. പക്ഷേ പാട്ട് വ്യത്യസ്തമായിട്ടുള്ള, പ്രത്യേകിച്ചും ചലച്ചിത്രഗാനം, ലളിതഗാനം എന്ന് പറയുന്നത്, ചലച്ചിത്രഗാനം എന്ന് പറയുന്നത് ഈ രണ്ടിൽ നിന്നും, സംഗീതത്തിൽ നിന്നും കവിതയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന സ്വന്തമായ അസ്തിത്വമുള്ള ഒരു കലാരൂപം ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അതിൽ ഈ പല കാര്യങ്ങളിൽ ചേരുന്നുണ്ട്. അതിൽ എഴുത്തുകാരൻ്റെ ഒരു ഭാവന മാത്രമല്ല, രചയിതാവിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ മാത്രമല്ല അതിലുള്ളത്. അതിൽ സംഗീതം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പാടുന്ന ഗായകൻ്റെ അല്ലെങ്കിൽ ഗായികയുടെ അവരുടെ പ്രതിഭ അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്.
അതിനകത്ത് അതിനെ പാട്ടാക്കി മാറ്റുന്നതിന് അതിന് അകമ്പടി സേവിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെയൊക്കെ തന്നെ കലാപരമായിട്ടുള്ള മികവ് ഇതെല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന ഒരു 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 കലാരൂപമാണ് പാട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പാട്ട് എൻ്റെ പാട്ട് എന്ന് അങ്ങനെ പറഞ്ഞ് ഒരു അവകാശപ്പെടുന്നതിൽ അത്ര വലിയ ഒരു കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് പഴയ തന്നെ വളരെ മികച്ച പാട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതായത് വളരെ വളരെ പ്രശസ്തരായിട്ടുള്ള മികച്ച പല പാട്ടുകളും പലപ്പോഴും അത് വെറും ഗദ്യാത്മകമായിട്ടുള്ള ആയിരിക്കും. പ്രത്യേകിച്ചൊരു ചില സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അത് കവിതയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് അല്ലെങ്കിൽ വെറും ചൊല്ലുപോലുള്ള നാടൻ ചൊല്ലുപോലുള്ള കാര്യങ്ങളായിരിക്കാം. ഇത് സംഗീതത്തിലൂടെ വരുമ്പോൾ അതിന് വേറെ ഒരു തലം ഉണ്ടാവുന്നു. അത് നല്ലൊരു ശബ്ദത്തിലൂടെ കേൾക്കുമ്പോൾ അതിൻ്റെ അകമ്പടിയായിട്ടുള്ള നിരവധി ഉപകരണങ്ങളുടെ ഒരു ലയം ഉണ്ടാകുമ്പോൾ അത് എല്ലാം കൂടി ചേരുമ്പോൾ അത് മഹനീയമായിട്ട് തരും. ഇതിലേതെങ്കിലും ഒരു ഭാഗം അല്പം താഴ്ന്നു പോയാൽ തന്നെ മറ്റൊരു ഭാഗം ഉയർന്നു നിൽക്കും. ഇപ്പോൾ സംഗീതം അല്പം മോശമാണെങ്കിൽ വരികൾ ചിലപ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യും, വരികൾ മോശമാണെങ്കിൽ അതിന് സംഗീതം മേക്കപ്പ് ചെയ്യും. ഇങ്ങനെ ഉണ്ടായി വരുന്ന സംഗതിയാണ് പാട്ടെന്ന് പറയുന്നത്. മലയാള ഈ ചലച്ചിത്രഗാനങ്ങളുടെ ചരിത്രം വളരെ കുറേ മുമ്പ് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നിർമ്മല എന്ന് പറയുന്ന സിനിമ, നിർമ്മല കോളേജിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് നിർമ്മല എന്ന് പറയുന്ന ഒരു സിനിമയിലെ പാട്ടുകളെക്കുറിച്ചൊക്കെ കേട്ട് ജി ശങ്കരക്കുറുപ്പാണ് അതിൽ പാട്ട് എഴുതിയിട്ടുള്ളത്. മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നു. പിന്നെ ആദ്യകാലത്തെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ മിക്കവാറും സിനിമകളും അങ്ങനെ തന്നെയായിരുന്നു. അത് തമിഴ് സിനിമ, പിന്നെ നാടകങ്ങളുടെയും അല്ലെങ്കിൽ മലയാളത്തിൻ്റെ വെള്ളരി നാടകങ്ങൾ എന്നൊക്കെ പറയുന്ന അതിൻ്റെയൊക്കെ ആ നാടകങ്ങളുടെയൊക്കെ ഒരു വളർച്ച എന്നുള്ള രീതിയിലാണ് സിനിമ വന്നത്. സിനിമ ഒരു വ്യക്തിത്വം നേടിയിട്ടൊക്കെ ഒരു വേറൊരു കലാരൂപമായിട്ട് മാറുന്നതൊക്കെ വളരെ കഴിഞ്ഞിട്ടാണ്. ആദ്യകാലത്ത് അതുകൊണ്ട് തന്നെ ഇത്തരം അനുകരണങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. മറ്റ് ഭാഷകളിലെ സിനിമകളെ അനുകരിക്കുന്നു, കഥകളെ അനുകരിക്കുന്നു, അതിൽ പാട്ടുകളെ അനുകരിക്കുന്നു, സംഗീതം അനുകരിക്കുന്നു. അങ്ങനെ പല പ്രശസ്തമായിട്ടുള്ള തമിഴ് ഹിന്ദി ട്യൂണുകൾക്ക് അനുസൃതമായിട്ടാണ് മലയാളത്തിൽ ആദ്യകാലത്തെ പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. ദക്ഷിണാമൂർത്തി സ്വാമി പോലും ഇപ്പോൾ ഒരു സംഗീത രംഗത്തെ കുലപതി എന്നൊക്കെ പറയാവുന്ന അദ്ദേഹം പോലും ഇങ്ങനെ അനുകരണത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ, കാരണം അന്ന് എന്താ ഒരു എങ്ങനെയാണെന്നുള്ള തന്നെ ഒരു തുടക്കമാണ്. ഒരു പിന്നെ അതിന് ഒരു എന്താ പറയുക പിൻബലമില്ല. അതിന് മുൻപ് എന്താണ് ഉണ്ടായെന്നുള്ള ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സംഗതിയാണല്ലോ. അങ്ങനെ ഉള്ള പാട്ടുകളൊക്കെയാണ് ആദ്യകാലത്ത് വന്നിരുന്നത്. പിന്നെ പതുക്കെ അത് ഒരു വ്യക്തിത്വമുള്ള മലയാളത്തിൻ്റേതായിട്ടുള്ള പാട്ടുകൾ, ചലച്ചിത്രഗാനങ്ങൾ ഉണ്ടായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വളരെയധികം സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി, സ്വീകാര്യതയുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടുകളില്ലാത്ത ഒരു സമൂഹവും ലോകത്ത് ഇല്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. എല്ലാ സമൂഹത്തിനും പാട്ടുകളുണ്ട്. കേരളത്തിലും പാട്ടുകളുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ നമുക്കുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര സമൂഹമായിട്ടുള്ള കേരളത്തിൽ എല്ലാവരുടേതുമായിട്ടുള്ള ഒരു സംഗീതം ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പല ജാതി സമുദായങ്ങളുടെ അല്ലെങ്കിൽ തൊഴിൽ വിഭാഗങ്ങളുടെ ഒക്കെ അല്ലെങ്കിൽ ചില പ്രത്യേക പ്രാദേശികമായിട്ടുള്ള അങ്ങനെയുള്ള പാട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ശാസ്ത്രീയ സംഗീതം പണ്ടുണ്ടായിരുന്നു, പണ്ടും ഇപ്പോഴൊക്കെ ഉണ്ട്. ശാസ്ത്രീയ സംഗീതം ആസ്വദിക്കുന്നത് എല്ലാ സമൂഹത്തിലും എല്ലാവരും ആസ്വദിച്ചിരുന്നില്ല. ഒരു വരേണ്യ വിഭാഗം എന്ന് കരുതപ്പെടുന്ന കുറേ കൂടി ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അവരുടെ ഒരു ആസ്വാദന മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒന്നാണ് ശാസ്ത്രീയ സംഗീതം. അതുപോലെ ഈ സോപാന സംഗീതം, അഷ്ടപതി, അങ്ങനെയുള്ള കുറേ അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളുമായി ബന്ധപ്പെട്ട പാട്ടുകളുണ്ടായിരുന്നു. മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ മാർഗം കളിപ്പാട്ട് പോലെ, മാപ്പിളപ്പാട്ട് പോലെ, കണ്യാർ കളിപ്പാട്ട് പോലെ അങ്ങനെയുള്ള ഇതൊക്കെ തന്നെ സാമുദായികമായിട്ടുള്ള ഓരോ സമൂഹം, ഓരോ പ്രത്യേക ജാതി സമുദായങ്ങൾ, സമുദായങ്ങളുടെ അവരുടെ അകത്ത് മാത്രം പ്രചരിക്കുന്ന, അവരുടെ ജീവിതവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന പാട്ടുകളാണ്. വടക്കൻ പാട്ടുകളുണ്ടായിരുന്നു, നാടൻ പാട്ടുകൾ, കൃഷിപ്പാട്ട്, കുറത്തിപ്പാട്ട് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഇതിനൊക്കെ തന്നെ ഒരു പൊതുവായിട്ടുള്ള ഒരു ജനകീയത ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊക്കെ തന്നെ ഒരു പൊതു കേരള സ്വഭാവം, മലയാളി സ്വഭാവം, അല്ലെങ്കിൽ മുഴുവൻ മലയാളികളുടെയും പൊതുവായിട്ടുള്ള ഒന്ന് എന്ന് പറയാൻ പറ്റാവുന്ന ഒന്നായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് അങ്ങനെ ആയിത്തീരുന്നത് ചലച്ചിത്രഗാനങ്ങൾ അവയെ സ്വാംശീകരിച്ചപ്പോഴാണെന്നുള്ളത് വേറെ കാര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശൂന്യതയിലേക്കാണ് ഇത്തരം ചലച്ചിത്രഗാനങ്ങളുടെയും നാടകഗാനങ്ങളുടെയും ലളിതഗാനങ്ങളുടെയൊക്കെ പ്രസക്തി ഉണ്ടാവുന്നത്. കാരണം കേരളം ഒരു ജനാധിപത്യ മതേതര പരിഷ്കൃത സമൂഹമാവുന്നതിൽ ഈ പാട്ടുകൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ മുഴുവൻ മലയാളികളുടെയും പ്രത്യേക സമുദായങ്ങളുടെയോ ജാതിയുടെയോ അനുഷ്ഠാനങ്ങളുടെയോ മതപരതയുടെയോ ഒന്നും
വലിയ സ്വാധീനമില്ലാതെ മുഴുവൻ ആധുനിക മലയാളിയുടെ പാട്ട്, മതേതരനായ മലയാളിയുടെ, പരിഷ്കൃതനായിട്ടുള്ള മലയാളിയുടെ, ആധുനികനായിട്ടുള്ള മലയാളിയുടെ പാട്ട് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ചലച്ചിത്ര ഗാനങ്ങൾക്ക് അത്രയധികം സ്വാധീനം ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള പിന്നെ മതവിഭാഗങ്ങളുടെയും സമുദായങ്ങളുടെയും ഈ വർഗവിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ ആശയങ്ങളും അവരുടെ സങ്കല്പങ്ങളൊക്കെ തന്നെ ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മാപ്പിളപ്പാട്ട് തന്നെ നമുക്ക് നോക്കാം. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് മലബാറിലെ മാപ്പിള സമുദായത്തിനകത്ത് മാത്രം പ്രചരിച്ചിരുന്ന അവരുടെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഒരു സംഗതിയാണ്. വളരെ സമീപകാലത്ത് മാത്രമാണ് ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ തന്നെ ഉണ്ടായത്. ടി ഉബൈദിനെ പോലെയൊക്കെയുള്ള വലിയ കവികളൊക്കെയാണ് അതിനെ പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മാപ്പിളപ്പാട്ടിൽ നിന്നാണ് പി ഭാസ്കരൻ മാഷും കെ രാഘവനും കൂടി കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി എന്നുള്ള പാട്ട് വരുന്നത്. ആ പാട്ട് വന്നതോടുകൂടി അത് നമ്മുടെ മലയാളത്തിൻ്റെ സംഗീത ശാഖയുടെ പൊതു ഖജനാവിലേക്ക് ഈടുവയ്ക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരുടേതായിട്ട് മാറി. പിന്നെ നിരവധി മാപ്പിളപ്പാട്ട് ശൈലിയിലുള്ള പല പാട്ടുകളും മലയാളത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിനെ ഇത്തരം വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള സമൂഹങ്ങളിൽ മാത്രം ഒതുങ്ങുന്നവയെ അത് നമ്മുടെ പൊതുധാരയിലേക്ക്, മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും കൂടി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള നമ്മുടെ ജീവിതഘട്ടങ്ങളെ തൊട്ട് തലോടി പോയിട്ടുണ്ട്. നമ്മുടെ പല സമരങ്ങളെ, പോരാട്ടങ്ങളെ, നവോത്ഥാനപരമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പുകളെ, ഇതിനൊക്കെ തന്നെ ഇത്തരം പാട്ടുകൾ അകമ്പടി സേവിച്ചിട്ടുണ്ട്. നമ്മൾ വളരെയധികം ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പാട്ടുകൾക്ക് ആദ്യകാലത്ത് സിനിമാ ഗാനങ്ങൾക്ക് അത്ര ഒരു ഈ പറഞ്ഞ പ്രസക്തി ഉണ്ടായിക്കൊള്ളുന്നില്ല എങ്കിൽ പോലും എന്തായാലും നീലക്കുയിലിന് ശേഷം 54 നീലക്കുയിൽ വരുന്നു. നീലക്കുയിലിൽ വളരെ സവിശേഷമായ രീതിയിൽ മലയാളത്തിൻ്റെ ഈണങ്ങളും മലയാളത്തിൻ്റെ ഗ്രാമീണ തനിമയുള്ള വരികളുമൊക്കെ ആയിട്ട് ഭാസ്കരൻ മാഷും രാഘവ മാഷും വരുന്നു. അവരുടെ പാട്ടുകൾ ഒരു പുതിയ ട്രെൻഡുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ കാലത്ത് ഈ ബനാന പൂവിനെ പറ്റിയൊക്കെ പാട്ട് ഉണ്ടാക്കിയ പോലുള്ള ഒരുപക്ഷെ അതിനേക്കാളും വലിയ ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടാവണം അത് ആ കാലത്ത്. കാരണം അന്നത്തെ ഏറ്റവും ആധുനികമായ പാട്ടാണത്, ഏറ്റവും പുതിയ പാട്ടാണ്. അപ്പോൾ അങ്ങനെ അത് വലിയൊരു യുഗ പരിവർത്തനം ഉണ്ടാക്കുന്നതാണ്. അതിനുശേഷം പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾക്കുണ്ടായി. ഈ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ വരികൾ എഴുതിയിട്ട് അതിന് സംഗീതം കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാറി. ആദ്യം ഏറ്റവും തുടക്കത്തിൽ ട്യൂണനുസരിച്ച് എഴുതുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നീട് വരികൾക്കനുസരിച്ച് എഴുതുന്ന ഒരു കാര്യം വന്നപ്പോഴുകൂടി നമ്മുടെ വയലാറും ONV-യും ഭാസ്കരൻ മാഷും ശ്രീകുമാരൻ തമ്പിയും യൂസഫ് അലി കേച്ചേരി ഇങ്ങനെയുള്ള പല എഴുത്തുകാരുടെയും കാവ്യാത്മകതയുള്ള വരികൾ പാട്ടുകളായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഗീത സംവിധായകൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രതിഭ എന്ന് പറയുന്നത് അത് വരികളിൽ ഒളിഞ്ഞു കിടക്കുന്ന സംഗീതം അല്ലെങ്കിൽ വരികളെ സംഗീതത്തിലൂടെ ഉയർത്തുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. താങ്ക് യു. അങ്ങനെയുള്ള വരികളെ ഒരുപക്ഷെ ഭാഷയ്ക്ക്, വാക്കുകൾക്ക് ചിറക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അത് ഒരു പാട്ടെഴുത്തുകാരൻ എന്നുള്ള എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു വരികൾ എഴുതി കൊടുത്താൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ സങ്കല്പിക്കാത്ത തരത്തിലുള്ള ഒരു ട്യൂൺ അതിന് തരികയും അങ്ങനെ ആ എഴുതിയ വരികൾ തന്നെ വേറൊന്നായിട്ട് അല്ലെങ്കിൽ വേറൊരു ജീവിതം അതിലുണ്ടാവുകയും ചെയ്യുന്നത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മലയാളത്തിൽ ദേവരാജൻ മാഷും ബാബുരാജും പിന്നെ അർജുൻ മാഷ് വരെയുള്ള ഒരുപാട് പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ അന്നത്തെ കവികളുടെ വരികൾക്ക് സംഗീതം കൊടുത്തുകൊണ്ട് ആ വരികളുടെ ആത്മാവ് തൊട്ടറിഞ്ഞുകൊണ്ട് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ സൃഷ്ടിച്ചു. അതിൻ്റെ പിൽക്കാലത്ത് ഇപ്പോൾ ഏകദേശം 70കളുടെയൊക്കെ അവസാനത്തോടെ അല്ലെങ്കിൽ 80കളുടെയൊക്കെ തുടക്കത്തിലൊക്കെ ആയിരിക്കാം ഈ രീതി പരിപൂർണമായിട്ടും മാറി. അങ്ങനെ അത് സിനിമ മാറുന്നതിനനുസരിച്ചാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അപ്പങ്ങളുടെ പാട്ടിനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി ഞാൻ എഴുതിയ പാട്ടാണ് അത്. പിന്നെ എന്നെ പല ആളുകളും എന്നോട് നിങ്ങളെന്ത് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ എഴുതുന്നതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്.
അതെനിക്ക് അത്ഭുതം തോന്നി. അങ്ങനെ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം പിന്നെ പഴശ്ശിരാജയായിട്ട് അല്ലെങ്കിൽ വേലുത്തമ്പി ദളവയൊക്കെ ആയിട്ട് അഭിനയിച്ച മമ്മൂട്ടിയോട് നിങ്ങളെന്താണ് വാറുണ്ണിയായിട്ട് അഭിനയിക്കുന്നതെന്ന് ചോദിക്കാറുണ്ടോ ആരെങ്കിലും? അത് അയാളുടെ പണിയാണ്. അതുപോലെ ഇത് നമ്മളുടെയും പണിയാണ്. ആ സിനിമയിൽ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ പിന്നെ അത്തരം ആവശ്യം വരുമ്പോൾ അത് ചെയ്യും. അത് ആ സിനിമയ്ക്ക് ആവശ്യമാണെന്നുള്ളത്. അപ്പോൾ പാട്ടുകളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ സിനിമയെക്കുറിച്ച് ചിന്തിക്കാതെ പറ്റില്ല. സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ മാറ്റങ്ങളും പരിണാമങ്ങളും ഗുണപരമായതും മോശമായതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള പാട്ടുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇന്നത്തെ പാട്ടുകളെക്കുറിച്ച് നമ്മൾ വിമർശിക്കുമ്പോഴും അല്ലെങ്കിൽ നിരൂപണം ചെയ്യുമ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം കാണാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും സിനിമ, അല്ലെങ്കിൽ താൻ പോയി കേസ് കൊടുന്നു, അങ്ങനെ ഏതെങ്കിലും സിനിമ എടുത്തിട്ട് അതിൽ കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും എന്നുള്ള പാട്ടൊന്നും അതിലൊരിക്കലും ചേരില്ല. അതിന് പറ്റിയ പാട്ട് വേറെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ സിനിമയ്ക്ക് അനുസൃതമായ രീതിയിലാണ് പാട്ടുണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള രചയിതാക്കൾ വല്ലാതെ ഭാഷയ്ക്ക് പോറേൽപ്പിക്കാത്ത രീതിയിൽ അങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളതിൽ ആണ് ഒരു മനസ്സിലാക്കേണ്ട കാര്യം. അതിനാണ് ഞങ്ങളെയൊക്കെ പ്രശംസിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, അതായത് വരികൾക്കനുസരിച്ച് ട്യൂണിനനുസരിച്ച് വരികൾ എഴുതുന്ന ഒരു സംഗതി വളരെയേറെ അത് പിന്നീട് ഇവിടുത്തെ നമ്മുടെ സാധാരണ ഒരു രീതിയായിട്ട് മാറുകയാണ് പതുക്കെ. അപ്പോൾ ഞാനൊക്കെ ഈ രംഗത്തേക്ക് വരുമ്പോൾ മിക്കവാറും അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം ശ്യാമും കെ ജെ ജോയിയും ജോൺസൺ മാഷും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ രംഗത്ത് എത്തുന്ന സമയത്താണ് അങ്ങനെ ഒരു രീതി നന്നാവുന്നത്. അതിൽ ഒരുപാട് നല്ല പാട്ടുകൾ മോശം എന്നല്ല ഞാൻ പറയുന്നത്, ആ സമ്പ്രദായം മാറുന്നുണ്ട്. ഇങ്ങനെ വരികൾ എഴുതി അതിന് ട്യൂൺ ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിന് പകരം ട്യൂൺ ചെയ്ത് വരികൾ എഴുതുന്ന സമ്പ്രദായം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള മിക്കവാറും പാട്ടുകൾ ഒരു 90% പാട്ടുകളും ഇതേപോലെ ട്യൂൺ തന്ന് എഴുതിയിട്ടുള്ളതാണ്, ട്യൂണുകൾക്കനുസരിച്ച് എഴുതുന്നതാണ്. അപ്പോൾ പഴയ കാലത്തെ സംഗീത സംവിധായകർക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്തെ പിന്നെ രചയിതാക്കൾക്കുള്ളത്. സംഗീത സംവിധായകർക്ക് അത്ര പ്രയാസമില്ല, കാരണം അവർക്കൊരു ട്യൂൺ ഉണ്ടാക്കിയാൽ മതി. താനാന തനനാന ഒക്കെ ഒരു ട്യൂൺ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ അതിന് അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ വെച്ചുകൊണ്ട് തട്ടും തടവും ഇല്ലാതെ എഴുതി ഫലിപ്പിക്കുക എന്നുള്ള ഒരു പണി രചയിതാവിനുണ്ട്. പണ്ട് അങ്ങനെ ഇല്ല. പണ്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു എന്ന് എഴുതി കൊടുത്താൽ അത് നല്ലൊരു ട്യൂണായി പാട്ടാക്കിയിട്ട് അവിടെ ദേവരാജൻ മാഷ് മാറ്റും. അല്ലെങ്കിൽ ശ്രാന്തമമ്പരം നിതാഘോഷ്പള സ്വപ്നാക്രാന്തം താന്തം ആരബ്ധ ക്ലേശരോമന്തം മമസ്വാന്തം എന്നുള്ള വരി ജി ശങ്കർ ഗ്രൂപ്പിൽ എടുത്തിട്ട് വളരെ മനോഹരമായ പാൽപ്പായസം പോലെ ദക്ഷാമൂലസ്വാമി ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്ന ഒരു കാലം പോയിട്ട് ഇന്ന് നമ്മൾ അവരുടെ ട്യൂണിനനുസരിച്ച് എവിടെയാണോ പൊന്തി നിൽക്കുന്നത്, എവിടെയാണോ താഴ്ന്നു നിൽക്കുന്നത്, എവിടെയാണ് മുറുക്കം കൂടുതലുള്ളത്, എവിടെയാണ് അയവ് കൂടുതലുള്ളത് നോക്കി അതിനനുസരിച്ച രീതിയിലുള്ള വാക്കുകൾ കണ്ടെത്തി അങ്ങനെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ പാട്ടാവുന്നുള്ളൂ. അല്ലാതെ ചെയ്യാം, അല്ലാതെ ധാരാളം ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അവർക്ക് തോന്നിയതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കീഴാർനെല്ലി ചോട്ടിൽ നിന്നെ കണ്ടു എന്നൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കേ വരുന്നില്ല. അപ്പോൾ അത് മീറ്റർ ശരിയാക്കാൻ വേണ്ടിയിട്ടും ഭംഗിയുള്ള വാക്കുകൾ വെക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കുറേ അനുഭവങ്ങളുണ്ട്. ഒരു മീറ്റർ ശരിയാവുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് പാട്ടിൽ. പിന്നെ അവർ തന്നിട്ടുള്ള സമയത്ത് നമുക്ക് ഈ സംഗീതം എന്ന് അറിയുന്ന ആൾക്കാരുമല്ല. അപ്പം ഒരു പാട്ടിൽ ഒരാൾ പറയുകയാണ്, ഒരു സംഗീത സംവിധാനം പറയുകയാണ്, ചേട്ടാ അതിൽ ഈ ശലഭം അവിടെ അടിക്കുന്നുണ്ട്, ശലഭം അടിക്കുന്നു. അപ്പോൾ ഞാൻ ശലഭം അടിക്കുമോ? ശലഭം അങ്ങനെ അത് അടിക്കോട്ടെ, ആയിക്കോട്ടെ. ശലഭം അങ്ങനെ പറന്നു പോരല്ലേ ഉള്ളൂ, അടിക്കാറൊന്നുമില്ലല്ലോ. അതല്ല, ആ ശലഭം എന്നുള്ള വാക്ക് അവിടെ അടിക്കുന്നുണ്ട്, അവിടെ അത് മാറ്റണം. അപ്പോൾ ശലഭം മാറ്റിയിട്ട് വേറെ എന്തോ വാക്ക് അവിടെ വെച്ച്, അപ്പോൾ ഒരു വാക്ക് മാത്രമായിട്ട് മാറ്റാനും പറ്റില്ല. കാരണം അതിപ്പോൾ ഒരു വലിയ ചുമരിൻ്റെ മുകളിൽ നിന്ന് ഒരു കല്ല് മാത്രം മാറ്റണം എന്ന് പറയുന്ന പോലെയാണ്, ഇടിഞ്ഞു വീഴുന്നത്. കാരണം മുഴുവൻ അതിന് കൺസ്ട്രക്ഷൻ്റെ ഭാഗമാണ്. അതുപോലെ വേറെ ഒരു പാട്ടിൽ അത് പിന്നെ കിഴക്ക് കുന്നിന്മീതെ ഉദിച്ചുയർന്ന നിലാവല വീണ് ഇരുട്ടുവാഴും കുളത്തിലാകെ പൊന്നു തിളങ്ങി, എന്നാൽ ഉരുത്തി തൂകിയ പുഞ്ചിരി വീണൻ ഉള്ളു കലങ്ങി എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിട്ട് അതിൽ കുറച്ച് വരി ഇങ്ങോട്ട് വരുമ്പോൾ അതിൽ മതിച്ച മാമ്പൂ മണം പരക്കും വരമ്പിലൂടെ അങ്ങനത്തെ ഒരു വരിയുണ്ട്. അപ്പോൾ അത് പിന്നെ സംഗീത സംവിധായകർ അതിൻ്റെ ആളുകൾ പറഞ്ഞാൽ സംഗീത സംവിധാനമല്ല, അത് വളരെ കഴിവുള്ള ഒരു സംഗീത സംവിധായകനായിരുന്നു. അതിന് വേറൊരാൾ, അത് സിനിമയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരാൾ പറയുന്നതാണ്. അത് ആ വരി
ഈ മതിച്ച മാമ്പ് മണം പരക്കും എന്നുള്ള വരി വളരെ പോയറ്റിക്കലാണ്. അതുകൊണ്ട് അത് അത്ര പോയറ്റിക്കലായിട്ടുള്ള അത് വേണ്ട. കാരണം ഒരു കള്ള് ഷാപ്പിലിരുന്നിട്ട് ഒരു റൗഡി പാടുന്ന പാട്ടാണ്. റൗഡിയിട്ട് അഭിനയിക്കുന്ന മമ്മൂക്കയാണ്, അത് മമ്മൂട്ടിയാണ്. അപ്പോൾ പിന്നെ പാടുന്ന വിജയ് യേശുദാസും അങ്ങനെ ചെയ്തു. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ വരി അങ്ങനെ കുറച്ച് തറ നിലവാരത്തിലുള്ളതായിരിക്കണം എന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ വളരെ സൂപ്പർ സ്റ്റാറും സൂപ്പർ ഗായകനൊക്കെ പാടിയാൽ മതി. അപ്പോൾ ഞാനിത് അങ്ങനെ മാറ്റണമെങ്കിൽ മാറ്റാതെ പറ്റില്ല, മാറ്റിയേ പറ്റൂ എന്ന് പറയുകയാണ്. അപ്പോൾ അത് മീറ്ററിൽ ശരിയാൻ വേണം. അപ്പോൾ അങ്ങനെ മതിച്ച മാമ്പ് മണം പരക്കുന്നതിന് പകരം മുറിഞ്ഞ ബീഡി കുറ്റി വലിച്ച്, അപ്പോൾ വളരെ കറക്റ്റാണ്. അപ്പോൾ അത് സൂപ്പർ, ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് സത്യത്തിൽ ശരിയാണ്. കാരണം സിനിമയുടെ അകത്ത് അതായിരിക്കാം ശരി. ഞാനതിനെ തർക്കിക്കാനൊന്നും ആളല്ല. കാരണം സിനിമയിൽ എന്താ വേണ്ടതെന്നുള്ളതിനെ പറ്റി ആ കഥാപാത്രത്തെ സൃഷ്ടിച്ച ആൾക്കും അതിലൂടെ എന്താണ് കൺവേ ചെയ്യേണ്ടത്, എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത് അവർക്ക് അറിയൂ. നമുക്ക് അത്ര അറിഞ്ഞുകൊള്ളുന്നില്ല. നമ്മൾ നമ്മുടെ രീതി വെച്ച് എഴുതുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ സിനിമ ഗാനം എന്ന് പറയുന്നത് ഒരിക്കലും സ്വതന്ത്രമായിട്ടൊരു കവിത പോലെയോ അല്ലെങ്കിൽ ഒരു കഥ എഴുതുന്ന പോലെയുള്ള ഒരു സംഗതിയല്ല. അത് നന്നാവുന്നതിലും വലിയ പങ്കാളിത്തം, ഒരു വലിയ പങ്ക് വരെ എഴുത്തുകാരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മോശമാവുന്നതിലും നന്നാവുന്നതിലൊക്കെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിൽ മറ്റെല്ലാം കൂടി ചേർന്നിട്ടാണത് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം. ഈ പിന്നെ നമ്മുടെ ജീവിതത്തിലെ സമസ്ത ഭാവങ്ങളെയും ചലച്ചിത്ര ഗാനങ്ങൾ ഇങ്ങനെ പരിചരിച്ചു പോകുന്നുണ്ട്, തലോടി പോകുന്നുണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ ഈ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ഈ സിനിമാ പാട്ടെന്ന് പറഞ്ഞാൽ ഈ പ്രണയത്തെപ്പറ്റി അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രണയം ഇതെന്താണ് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സത്യത്തിൽ പ്രണയം എന്ന് പറയുന്ന ഒരു വികാരത്തിനെ ഇപ്പം ഇങ്ങനെ സംഗീതമോ കവിതയോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്ന പോലത്തെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള വികാരമായിരിക്കുന്നിരിക്കില്ല അത്. കാരണം അടിസ്ഥാനപരമായിട്ട് പ്രണയം, അനുരാഗം എന്നൊക്കെ പറയുന്നത് രതിയുടെ അല്ലെങ്കിൽ ഈ എന്താ പറയുക, പ്രത്യുൽപാദനപരമായിട്ടുള്ള ജീവികളുടെ ഉള്ളിലുള്ള ഒരു ജന്തു സഹജമായിട്ടുള്ള വാസന, അതിൻ്റെ വേറെ രീതിയിലുള്ള ആവിഷ്കാരമാണ് ഈ പ്രണയം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ വേറെ വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ കവികളും എഴുത്തുകാരും അതിനെ ഉദാത്തവൽക്കരിക്കുകയും അതിനെ മനോഹരമാക്കുകയും അതിനെ മാനുഷികമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുള്ള. അതുകൊണ്ടാണ് അതിന് ഇന്ന് ഇപ്പം നമ്മൾ കാണുന്ന പിന്നെ താജ്മഹൽ പോലെയുള്ള പിന്നെ മഹനീയമായിട്ടുള്ള സ്മാരകങ്ങളുണ്ടാവുന്നു, ഉദാത്തമായിട്ടുള്ള കവിതകളുണ്ടാവുന്നു, പ്രണയത്തിന് വേണ്ടി ആളുകൾ ആത്മഹത്യ പോലും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ ഒരു ദിവ്യമായിട്ടുള്ള വികാരമായിട്ട് മാറുന്നത് ഈ പാട്ടുകളിലൂടെയും കവിതകളിലൂടെയൊക്കെ തന്നെയാണ്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ പിന്നെ കന്നിമാസത്തിലെ പിന്നെ പട്ടികളുടെ അതേ സ്വഭാവത്തിൽ തന്നെ മനുഷ്യനും ആ ഒരു കാര്യത്തിൽ പോകുമായിരുന്നു. അപ്പോൾ മനുഷ്യനെ സംസ്കരിക്കുന്നതിൽ അങ്ങനെയുള്ള ജന്തുസഹജമായിട്ടുള്ള പല വികാരങ്ങളെയും സംസ്കരിച്ചെടുക്കുന്നതിൽ ഈ ഇത്ര വലിയ സംഗതി എന്നല്ലെങ്കിൽ പോലും പാട്ടുകൾക്കൊക്കെ വലിയ പങ്കുണ്ട്. പാട്ടുകൾ മനുഷ്യരെ പ്രണയിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്തിയുടെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കവി എന്നുള്ള രീതിയിൽ മാത്രം ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ വളരെയധികം സംഘർഷം ഉണ്ടാക്കുന്ന, പ്രശ്നം ഉണ്ടാക്കുന്ന, എനിക്ക് എഴുതാതിരിക്കാൻ പറ്റാതെ വരുന്ന ചില വിഷയങ്ങൾ മാത്രമേ ഞാൻ എഴുതൂ. അതിൽ ചില പരിമിതികളുണ്ടായിരിക്കും. എൻ്റെ ചിലപ്പോൾ രാഷ്ട്രീയ വിശ്വാസങ്ങളോ എൻ്റെ മറ്റു തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ വെച്ചുകൊണ്ടുള്ളതായിരിക്കും മാത്രമേ ഞാൻ എഴുതുന്നുണ്ടാവുക. സിനിമയിൽ പാട്ട് എഴുതേണ്ടി വരുമ്പോൾ എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് എല്ലാ വിഷയങ്ങളെയും എനിക്ക് സ്പർശിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു അമ്മയുടെ താരാട്ട് എനിക്ക് എഴുതേണ്ടി വരും. ഒരു ഭക്തിഗാനം എഴുതുന്നുണ്ട്. ഞാൻ നിരവധി ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്, അല്ലാതെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ വിശ്വാസപരമായ കാര്യം എന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും എഴുതേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഈ ഇടുക്കിയെപ്പറ്റി എഴുതി, ഒരു നാടിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, ഭക്ഷണത്തെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ നമുക്ക് ഒരു കവിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണെങ്കിൽ ചെയ്യാൻ സാധ്യതയില്ലാത്ത പല വിഷയങ്ങളിലേക്കും പേന ചലിപ്പിക്കുവാനുള്ള അവസരം ഈ സിനിമ ഗാനങ്ങൾ എഴുതാനുള്ളൊരു അവസരം അതിലേക്ക് വന്നുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ ഒരു സന്തോഷമായിട്ട് ഞാൻ എപ്പോഴും ഉള്ളിൽ കരുതുന്ന ഒരു കാര്യമാണ്. മലയാളത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ഘടനയിൽ ഇവിടെ വളരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള 100 ജാതികളും അതിനകത്ത് തന്നെ വിഭാഗങ്ങളും ഒക്കെ ആയിട്ട് കഴിയുന്നൊരു സ്ഥലമാണ് നമ്മൾ മലയാളികൾ എന്നുള്ള നിലയ്ക്ക്. നമുക്ക് ഒരു പ്രബുദ്ധമായിട്ടുള്ള സമൂഹമാണ്, അതൊക്കെ സത്യമാണെങ്കിൽ പോലും അതിനകത്ത് ഇത് പറഞ്ഞ പോലെ പലതരത്തിലുള്ള വൈജാത്യങ്ങളും വിഭിന്നതകളും ഒക്കെ ഉള്ളൊരു നാടാണ്. ഈ സംസ്കാരത്തെ മുഴുവൻ ഒന്നിപ്പിച്ച് നിർത്തുന്നതിനും പരസ്പരം ഉള്ള ഒരു വിനിമയം ഉണ്ടാക്കുന്നതിലും പാട്ടുകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും രസകരമായ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതായത് ഏറ്റവും അധികം മാപ്പിളപ്പാട്ട് എന്ന് പറയാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുസ്ലിം കൾച്ചർ വരുന്ന, അത് മാപ്പിളപ്പാട്ടോ ഭക്തിഗാനങ്ങളോ ആയിക്കൊള്ളുന്നില്ല, മുസ്ലിം കൾച്ചർ വരുന്ന തരത്തിലുള്ള കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് പി ഭാസ്കരൻ എന്ന് പറയുന്ന ഒരു കവിയാണ്. അദ്ദേഹം ഒരു മേനോനോ നായരോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അദ്ദേഹമാണ് അത് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് വയലാർ രാമവർമ്മയാണ്.
പിന്നെ കൃഷ്ണഭക്തി ഗാനങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ സിനിമാ ഗാനങ്ങളിൽ മനോഹരമായിട്ടുള്ള ഒരുപാട് ഗുരുവായൂരപ്പൻ്റെ ഗാനങ്ങളും കൃഷ്ണഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുള്ള യൂസഫ് അലി കേച്ചേരിയാണ്. ഈ തരത്തിലുള്ളൊരു കൾച്ചറലായിട്ടുള്ളൊരു ഒരു സാംസ്കാരിക സമന്വയം മറ്റെവിടെയും നടക്കാത്ത രീതിയിൽ നമ്മുടെ സിനിമാ ഗാനങ്ങളുടെ ലോകത്ത് നടന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് മറ്റ് പല സമുദായങ്ങളുടെയും ആചാരങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ അടിസ്ഥാനപരമായിട്ട് തന്നെ നേരിട്ട് പിന്നെ ആരും ഉത്ബോധിപ്പിക്കാതെ പഠിപ്പിക്കാതെ പ്രസംഗിക്കാതെ ഇത് വളരെ സ്വാഭാവികമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു സാംസ്കാരിക വിനിമയം ഉണ്ടായി എന്നുള്ളതാണ്. കുറച്ച് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. നമ്മുടെ മമ്മൂട്ടി എഴുതിയിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു. അദ്ദേഹം ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് പറയുന്നതായിട്ട് വന്നതാണ്. അതായത്, ബാലചന്ദ്ര, പണ്ടൊക്കെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സ്നേഹിതനെ കാണാൻ വേണ്ടി വരുന്നു എന്നുള്ള രീതിയിൽ ആണ് മറ്റു സ്നേഹിതനെ കാണാൻ വരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ കാണാൻ വരുന്നു എന്നുള്ള രീതിയിൽ അത് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നൊരു സംഭവം കൂടിയാണ് നമ്മുടെ അകത്ത് ഈ പറഞ്ഞ പോലെ ആളുകളെ തമ്മിൽ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഗൂഢതന്ത്രങ്ങൾ നടക്കുന്നുണ്ട്. അത് ചില നിക്ഷിപ്ത താല്പര്യക്കാർക്ക് മാത്രമേ ഒരു ഗുണമുള്ളൂ. സമൂഹത്തിന് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ചില നിക്ഷിപ്ത താല്പര്യക്കാർക്കും അതുപോലെ തന്നെ അധികാരത്തിലിരിക്കുന്നവർക്കും അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കും അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നൂറ്റാണ്ടുകളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് പരസ്പര സഹവർത്തിത്വത്തിൽ കഴിഞ്ഞിരുന്ന സമൂഹങ്ങളുടെ ഇടയിലേക്കൊക്കെ വിഷം കലർത്തി വിടുകയും അവരെ പരസ്പരം പിന്നെ അകറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ സമൂഹത്തിൽ ഇത് നിലവിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള വിഭിന്നതകളെ ഒക്കെ മറികടന്നുകൊണ്ടൊരു ആധുനിക മനുഷ്യൻ്റെ കാഴ്ചപ്പാട്, ഇതിൻ്റെയൊക്കെ സൗന്ദര്യം, എല്ലാ മതങ്ങളുടെ അകത്തുള്ള അനുഷ്ഠാനങ്ങൾക്കും പാട്ടുകൾക്കും ഒക്കെ തന്നെ സൗന്ദര്യമുണ്ട്. അതിൻ്റേതായിട്ടുള്ള അത് ആസ്വദിക്കാൻ ഒരു മതേതരമായ രീതിയിൽ ആസ്വദിക്കാനും അതിനെ കാണാനുമുള്ള ഒരു സൗകര്യം കൂടി സാധാരണ മനുഷ്യർക്ക് പാട്ടുകൾ തുറന്നു കൊടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലെ പലതരത്തിലുള്ള പോരാട്ടങ്ങൾക്ക്, നമ്മുടെ ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ, പീഡിതരായിട്ടുള്ള സമൂഹങ്ങളുടെ, മർദ്ദിത സമൂഹങ്ങളുടെ പോരാട്ടങ്ങളിൽ അവർക്ക് ആവേശം പകർന്നു കൊടുത്തിട്ടുള്ള പാട്ടുകളുണ്ട്. KPSCയുടെ നാടകഗാനങ്ങളൊക്കെ നിങ്ങൾ കേട്ടാൽ അത് ഒരു പിന്നെ വലിയ വിപ്ലവ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അത് നമുക്ക് ജനങ്ങൾക്ക് ആവേശം പകരുകയും സ്വാതന്ത്ര്യ തൃഷ്ണ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സംഗതികളാണ്. അതുപോലെ ഭക്തന്മാർക്കാണെങ്കിൽ അതിനുള്ള പാട്ടുകളുണ്ട്. ഭക്തി കൊണ്ട് അവർക്ക് ഇങ്ങനെ നിറയാൻ വേണ്ടിയിട്ടുള്ള പാട്ടുകളുണ്ട്. താരാട്ട് പാട്ടുകളുണ്ട്. നമുക്ക് താരാട്ട് പാട്ടുകൾ എന്താണുള്ളത്? ഇപ്പോൾ സാധാരണ ആളുകൾ ഇപ്പോൾ ഇരമൻ തമ്പിയുടെ ഒരു പാട്ടുണ്ടായിരിക്കാം. പിന്നെ അതല്ലാതെ അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൻപുറത്തൊന്നും നമ്മുടെ നാടൻ പാട്ടുകളിലൊന്നും അത്ര അധികം താരാട്ട് പാട്ടുകളൊന്നും പ്രശസ്തമായ രീതിയിലൊന്നും ഇല്ല. വെറുതെ രാരീരോ എന്നൊക്കെ പറയാമെന്നല്ലാതെ. പക്ഷേ എത്രയോ താരാട്ട് പാട്ടുകൾ നമുക്ക് മലയാള സിനിമ തന്നിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പലതരത്തിലുള്ള നിരവധി സന്ദർഭങ്ങൾക്കനുസൃതമായിട്ടുള്ള പാട്ടുകൾ നൽകുന്നതിലൂടെ നമ്മളെ കൂടുതൽ മനുഷ്യരാക്കുന്ന ഒരു പ്രവൃത്തി, കൂടുതൽ മാനവികമായിട്ട് നമ്മൾ ഉയർത്തുന്ന, കൂടുതൽ മനുഷ്യവൽക്കരിക്കുന്ന, മാനവീകരിക്കുന്ന ഒരു ഏർപ്പാട്, ഒരു സംഗതി. ഒരു കവിതയും നോവലും മറ്റ് സാഹിത്യങ്ങളും ഒക്കെ അവകാശപ്പെടുന്ന ഒരു അവകാശവാദങ്ങളും ഇല്ലാതെ ഒരു തരത്തിലുള്ള പാണ്ഡിത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരു മേനി പറച്ചിലും ഇല്ലാതെ തന്നെ വളരെ സ്വാഭാവികമായി വളരെ നിശബ്ദമായി അത് നിർവഹിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പാട്ടുകളുടെ ഈ പറഞ്ഞ പോലെ അതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കർത്തൃത്വത്തിൻ്റെ കാര്യമാണ്. നമ്മളിവിടെ ഓരോ കാര്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഈ കർത്തൃത്വത്തെക്കുറിച്ച് നമ്മൾ വളരെയധികം ബോധവാന്മാരാണ്. ഓതർഷിപ്പ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ കോപ്പി റൈറ്റ്, അതൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിൽ പോലും ഇതിൽ ഈ സിനിമാ ഗാനരചനയുടെ കാര്യത്തിൽ, സിനിമാ പാട്ടുകളുടെ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് പാട്ടെഴുതിയ ആളെ ചിലപ്പോൾ, പാട്ട് പാടിയ ആൾ ചിലപ്പോൾ അറിയാം, യേശുദാസ്, ജയേന്ദ്രൻ അല്ലെങ്കിൽ AM രാജ എന്നൊക്കെ അറിയാം. ഇത് എഴുതിയ ആളെയും സംഗീതം ചെയ്ത ആളെയൊന്നും ആരും അത്ര ശ്രദ്ധിക്കാറില്ല. അപ്പം അങ്ങനെ ഭാസ്കരൻ മാഷെ പറ്റി തന്നെ ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ള. അദ്ദേഹം എവിടെ നിന്നോ വരുമ്പോൾ വളരെ നേരം രാത്രി ഇരുട്ടായിട്ട് വാഹനമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ലോറിക്കോ മറ്റോ കൈ കാണിച്ച് നിർത്തി, ലോറിക്കാരൻ നിർത്തി കൊടുത്ത് അതിൽ കയറി അദ്ദേഹം. അപ്പോൾ പിന്നെ ലോറിക്കാരൻ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രൈവർ
പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല പാട്ടുകളും പാടുന്നുണ്ട്. ഭാസ്കർ മാഷ് അങ്ങനെ കേട്ടിരുന്നു. അത് മുഴുവൻ ഭാസ്കർ മാഷ പാട്ടുകളാണ്. പക്ഷേ ആൾക്കറിയില്ല അതിരിക്കുന്നത് ഇത് എഴുതിയ ആളാണെന്ന് അറിയില്ല. അങ്ങനെ ഇറങ്ങിയപ്പോഴും ഭാസ്കർ മാഷ് അതൊന്നും പറഞ്ഞില്ല. ഞാനാണ് ഈ നിങ്ങളിപ്പോൾ പാടിയ പാട്ടുകളൊക്കെ എഴുതിയാണ് ഞാനാണെന്ന് പറഞ്ഞില്ല. അദ്ദേഹം തിരിച്ചു ഇപ്പോൾ സത്യത്തിൽ അത് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും കവിതയാണെങ്കിലോ കഥയാണെങ്കിലോ നോവലാണെങ്കിലോ അത് നോക്കും. അത് കവിത ആരെഴുതിയിട്ടുള്ളത്? റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദാണ് കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്നോട് സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ, എന്നോട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇയാളാണ് എഴുതിയിട്ടുള്ളതല്ല തറക്കടില്ലെന്ന് വിചാരിക്കും. എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥതകളോ അല്ലെങ്കിൽ അസഹിഷ്ണുതകളോ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ആ തരത്തിലാണ് അതിനെ വായിക്കുക. പാട്ട് കേൾക്കുന്ന ആൾക്ക് ആരാണ് എഴുതിയത് എന്താണെന്നുള്ളത് അവർ പാട്ട് മാത്രം കേൾക്കുന്നു. അപ്പോൾ ഏറെക്കുറെ നിഷ്കളങ്കമായിട്ടുള്ളൊരു ആസ്വാദനം നടക്കുന്നത് എൻ്റെ അറിവിൽ പാട്ട് കേൾക്കുമ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കും, അത് നിങ്ങൾ എഴുതിയ പാട്ടാണല്ലോ എന്നൊക്കെ എന്നോട് പലരും ചോദിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ സന്തോഷം തോന്നിയില്ല. കാരണം ഞാൻ എഴുതിയതെന്ന് അറിയാതെ തന്നെ അത് ഇഷ്ടപ്പെടുക. അപ്പോഴാണ് അതിന് ആ കലാസൃഷ്ടിക്ക് ഒരു മൂല്യമുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. മറ്റേ നമ്മൾ ഒരുപാട് മുൻവിധികളോട് കൂടിയിട്ടാണ് ആളുകൾ ഓരോന്നിനെയും സമീപിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു കൃതി എഴുതിയ അയാൾ ഏത് രാഷ്ട്രീയ വിശ്വാസക്കാരാണ്, അയാളുടെ ജാതി എന്താണ്, അയാളുടെ മതം എന്താണ്, ഏത് നാട്ടുകാരനാണ്, ഇങ്ങനെയുള്ള പല പല ഘടകങ്ങളും അതിനെ സ്വാധീനിക്കും. ഇതിലൊന്നും സ്വാധീനിക്കുന്നില്ല. വളരെ നിഷ്കളങ്കമായിട്ട് സാധാരണ ജനങ്ങൾ കവിതയെക്കുറിച്ചോ ഭാഷയെക്കുറിച്ചോ സാഹിത്യത്തെക്കുറിച്ചോ ഒന്നും വലിയ ധാരണയില്ലാത്ത ആളുകൾ പോലും അത് ആസ്വദിക്കുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഈ കവിതയിലേക്ക് ആകർഷണമാവുന്നത് ഈ പലപ്പോഴും പല പ്രമുഖരായിട്ടുള്ള കവികളൊക്കെ അവരുടെ ജീവിതാനുഭവങ്ങളെപ്പറ്റി പറയുമ്പോൾ അവർ പറയാറുണ്ട്, അമ്മ പിന്നെ രാമായണം വായിക്കുന്നത് കേട്ടിട്ടാണ് അല്ലെങ്കിൽ ഭാഗവതം വായിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ അതിലേക്ക് കവിതയുടെ ഒരു ലോകത്തേക്ക് വന്നത് എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് അങ്ങനത്തെ സാഹചര്യം ഒന്നും ഇല്ല. ഞാൻ സിനിമാ പാട്ടുകൾ കേട്ടിട്ടാണ് ഞാൻ കവിതയിലേക്ക് വന്നത്. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി എന്നുള്ള പാട്ട് സ്കൂളിൽ പോകുന്നതിനേക്കാളും മുമ്പൊക്കെ ആയിരിക്കും നമ്മൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഭാഷ കവിത എന്താണെന്ന് മനസ്സിലാവുന്നതിനേക്കാളും മുമ്പുള്ള ഒരു കാലത്തായിരിക്കും. അങ്ങനെ കേൾക്കുമ്പോൾ ആ വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്നൊരു മാന്ത്രികത മനോഹരമായിട്ട് എങ്ങനെയാണ് ഈ പാദസരങ്ങൾ കിലുങ്ങിക്കൊണ്ട് പുഴ ഒഴുകുന്നത്, അങ്ങനെ ഭാഷയ്ക്ക് ഇങ്ങനെയും സാധിക്കുമല്ലോ, നമ്മൾ സാധാരണ പറയുന്ന ഒരു ഭാഷയ്ക്ക് അപ്പുറത്തുള്ള ഒരു സംഗതിയാണല്ലോ എന്നുള്ള ഒരു അറിവിലേക്ക് ഒരു കൗതുകത്തിലേക്ക് വരികയും ആ കൗതുകം പിന്നെ വളർന്ന് വേറെ രീതിയിൽ കവിതയിലേക്കും സാഹിത്യത്തിലേക്കൊക്കെ ഉള്ള ഒരു ഒരു വാതിലായിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഭാഷയിലോ സാഹിത്യത്തിലോ ഒന്നും തന്നെ അത്ര ശിക്ഷിതരല്ലാത്ത ആളുകൾക്ക് പോലും, സാധാരണക്കാരെ അത്യാവശ്യം വാക്കുകൾ മാത്രം അറിയുന്ന ആളുകളെ പോലും ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരുന്ന ഒരു ദൗത്യം മലയാള ഗാനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് ഇത് വളരെയധികം ഉണ്ടായിരുന്നു. പുതിയ കാലത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ വല്ലാത്ത ഇടപെടലുകൾ ഉള്ളൊരു കാലമായതുകൊണ്ട് പലപ്പോഴും അത്ര നമുക്ക് പറ്റില്ല. പഴയ പാട്ടുകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ തന്നെ മറ്റ് ഭാഷകളിലൊന്നും ഇത്രമാത്രം ഇപ്പോൾ ഹിന്ദിയിലും ഉറുദുവിലൊക്കെ അതിമനോഹരമായിട്ടുള്ള കാവ്യസങ്കല്പങ്ങളുള്ള കവിതാമയമായിട്ടുള്ള പാട്ടുകളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഗഹനമായിട്ടുള്ള അർത്ഥഗാംഭീര്യമുള്ള ഇത്രമാത്രം ഗഹനമായിട്ടുള്ള പാട്ടുകൾ മറ്റ് ഭാഷകളിൽ ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയം. ഉദാഹരണമായിട്ട് ഇപ്പോൾ നോക്കൂ, പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ എന്ന് പറയുന്നൊരു മന്വന്തരങ്ങൾ ജനിച്ചു മരിക്കും മൺമതിൽ കെട്ടിനു മുകളിൽ ഋതുക്കൾ നിൻപ്രിയ മാനസപുത്രികൾ പ്രദക്ഷിണം ചെയ്യും തേരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നൊരു പാട്ടുകളാണ്. അതൊക്കെ അത്തരം ഭാവനകൾ പിന്നെ കവിതയിൽ പോലും നമുക്ക് കാണാൻ എളുപ്പമല്ല മലയാളത്തിൽ. അങ്ങനെയുള്ള ഒരു കോസ്മിക് ഡയമെൻഷനൊക്കെ ഉള്ള വളരെ ഇതായിട്ടുള്ള പാട്ടുകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ചുക്ക് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, ഏതാ കൊല്ലം എനിക്ക് ഓർമ്മയില്ല, 60കളിലായിരിക്കും, അത് 70കളിലോ മറ്റാണ്. ചുക്ക് എന്ന് പറയുന്ന സിനിമയിൽ തകഴിയുടെ നോവലാണത്. അതിൽ നമ്മുടെ വളരെ പ്രഗത്ഭ നടൻ പിന്നെ മധുസാറാണ് അതിൽ അഭിനയിക്കുന്നത്. നടൻ അദ്ദേഹം അതിൽ നായകനായിട്ട് അഭിനയിക്കുന്നത്, ഷീല അഭിനയിക്കുന്നത്. നല്ലൊരു സിനിമയാണ്. ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പുതിയ സിനിമയുടെ പിന്നെ ലോകത്ത് മാത്രം സഞ്ചരിച്ചുകൊണ്ട് അതിലേക്ക് പോകുമ്പോൾ കുറേ അപാകതകൾ കാണാം. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്, അതിനകത്ത് അഭിനയം കുറച്ച് നാടകീയമാണ്, സംഭാഷണങ്ങളൊക്കെ കുറച്ച് കൃത്രിമമാണ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ തോന്നും. പക്ഷെ അത് ഒരു ആശയം, ഒരു പ്രമേയം അതിനകത്തുണ്ട്. വളരെ നമ്മളെ മതിക്കുന്ന സിനിമ കഴിഞ്ഞ് നമ്മൾ പോകുന്ന കഴിഞ്ഞാലും ദിവസങ്ങളോളം നമ്മുടെ ഉള്ളിൽ കിടന്ന് മറിയുന്ന കുറേ പിന്നെ ചോദ്യങ്ങൾ അത് ഉന്നയിക്കുന്നുണ്ട്. പുതിയ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം റിസോൾവ് ചെയ്യുക ചെയ്യുന്നത്. കാരണം എല്ലാ സിനിമകളിലും മിക്കവാറും പ്രതികാരമാണ് വിഷയം. റിവഞ്ചാണ് നമ്മുടെ സിനിമകളിലെ 90% സിനിമകളുടെ അടിസ്ഥാന പ്രമേയം. പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒന്നും ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടാവും, അതിന് രണ്ടങ്ങോട്ട് ചെയ്യുക, അവനെ തകർക്കുക. അതോടുകൂടി നമ്മളും അവരൊക്കെ സമാധാനമായിട്ട് സിനിമ കണ്ട് വീട്ടിലേക്ക് ഇരിക്കും. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല, നമ്മൾ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കും. അതിൽ പല കാര്യങ്ങളും നമുക്കിങ്ങനെ. അപ്പോൾ ഈ ചുക്കെന്ന് ഞാൻ പറഞ്ഞു വന്നതല്ല,
ചുക്ക് എന്ന് പറയുന്ന സിനിമയിൽ മധു എന്നുള്ള കഥാപാത്രം 5th ഫോം വരെ, അന്ന് പണ്ട് 5th ഫോം എന്നാണ് പറയുന്നത്, ചെറിയ എന്തോ 7 or 8 ക്ലാസ് ആയിരിക്കണം. അപ്പോൾ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ വരെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ജോലി അന്വേഷിച്ച് നടക്കുന്ന കുറേ രംഗങ്ങളൊക്കെ ഉണ്ട്. ഒരു തടിക്കടയിൽ പോയി അന്വേഷിക്കുന്നുണ്ട്, ഒരു പ്രസ്സിൽ അന്വേഷിക്കുന്നുണ്ട്, അങ്ങനെ ജോലി അന്വേഷിക്കുന്നുണ്ട്. അതിനിടയിൽ അദ്ദേഹത്തിന് ഒരു പ്രണയമുണ്ട്. അങ്ങനെ അദ്ദേഹം ഇരുന്ന് പാടുന്ന പാട്ടാണ് വെൺചന്ദ്രലേഖ ഒരു അപ്സര സ്ത്രീ വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര. 5ാം ക്ലാസ് പഠിച്ചാണ് പാടുന്നത്. അപ്പോൾ അതൊരു അസ്വാഭാവികതയായിട്ടൊന്നും ആരും മനസ്സിലാക്കിയിട്ടില്ല. കാരണം അതിപ്പോൾ ഒരു നിലവിലുള്ള ഒരു കവിതയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതിയ കവിതയോ ഒരു ആൾ പാടുന്നു ആ രീതിയിലെടുക്കാം, യുക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ. പക്ഷെ അങ്ങനെ ഒരു സംഗതി വന്നതുകൊണ്ട്, അങ്ങനെ പാട്ടുണ്ടായതുകൊണ്ട് പല ആളുകൾക്കും വിപ്രലംബ ശൃംഗാരം എന്നുള്ള വാക്ക് കേട്ടു, വെൺചന്ദ്രലേഖ എന്നുള്ള വാക്ക് മനസ്സിലായി, അപ്സരസ്ത്രീ എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ നിരവധി വാക്കുകളെ പരിചയപ്പെടുത്താൻ പോലും ഈ ഗാനങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇവരൊന്നും നമ്മളൊന്നും സാധാരണ എല്ലാവരും കവിത വായിച്ച്, കുമാരനാശാൻ്റെ കവിത വായിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നവരൊന്നുമല്ലല്ലോ. അപ്പോൾ എല്ലാ സാധാരണക്കാരിൽ പോലും ഒരു കാവ്യാഭിരുചിയും ഒരു കാവ്യാത്മകമായിട്ടുള്ള ഒരു മനസ്സുണ്ടാക്കുന്നതിനും കവിതയിലൂടെ ലോകത്തെ കാണുന്നതിന് അനുഭവിക്കുക, അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഒരു കവിത ലോകത്തെ കവിതയിലൂടെ കാണാൻ കഴിയുക എന്ന് പറയുന്നത്, ശാസ്ത്രീയമായിട്ട് ലോകത്തെ കാണാം, യുക്തിപരമായിട്ട് കാണാം, അങ്ങനെയൊക്കെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെയും കൂടി കാണാം, കവിതയിലൂടെ കൂടി അങ്ങനെ ഒരു കാഴ്ച കൂടി മനുഷ്യനുണ്ട്. അത് ഏറ്റവും സാധാരണക്കാർക്ക് അത്തരത്തിലുള്ള ഒരു അവസരമുണ്ടാക്കി കൊടുത്തത് ചലച്ചിത്രഗാനങ്ങളാണ്. അതുപോലെ സംഗീതം ആസ്വദിക്കണമെങ്കിലും ഇവിടെ പറഞ്ഞ പോലെ ശരിയായ രീതിയിൽ ആസ്വദിക്കണം. പല ആൾക്കാരും ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് സത്യം പറയാമല്ലോ, തുറന്നു പറയാം, കർണാടക സംഗീതമൊന്നും എനിക്ക് മുഴുവനായിട്ട് ആസ്വദിക്കാൻ പറ്റാറില്ല. ചില നല്ല ഇപ്പോൾ ചെമ്പൈയൊക്കെ പോലുള്ള ആൾക്കാരുടെ ചില കീർത്തനങ്ങൾ വളരെ പ്രശസ്തമായിട്ടുള്ള നമ്മൾ കേട്ട് ഇപ്പോൾ കരുണ ചെയ്യുവാനെന്ത് താമസം, അല്ലെങ്കിൽ എന്തരോ മഹാനുഭാവലും, ഇങ്ങനെ കേട്ടിട്ട് മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ചിലതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ രസിക്കാം എന്നല്ലാതെ ഇതിൻ്റെ ആദ്യത്തെ വി എന്നൊക്കെ പറഞ്ഞാൽ കുറേ നേരം നീട്ടി കുറുക്കി വരുന്ന സംഭവമൊന്നും സത്യത്തിലേക്ക് ആസ്വദിക്കാൻ പറ്റാറില്ല. പക്ഷേ പല ആളുകളും ഇത് കണ്ട് തല കുലുക്കിയിട്ട് ഇങ്ങനെ ഭയങ്കര ആസ്വദിക്കുന്നതായിട്ട് അഭിനയിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കൊന്നും ശാസ്ത്രീയ സംഗീതം അങ്ങനെ പെട്ടെന്നൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരും. ധാരാളം കേട്ട് ശ്രവണത്തിലൂടെ തന്നെ അതിനെ പരിചയപ്പെട്ടുകൊണ്ട് രാഗങ്ങളെ തിരിച്ചറിയാനും താളം തിരിച്ചറിയാനൊക്കെ ഉള്ള കഴിവ് നേടിയെടുത്തതിന് ശേഷം മാത്രമേ അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റൂ. പക്ഷേ അതേസമയം എല്ലാവർക്കും പാട്ട് ആസ്വദിക്കാനുള്ള അവകാശമുണ്ട്. സംഗീതം ആസ്വദിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ആ ഒരു അവകാശത്തെ ആരാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അത് അഡ്രസ്സ് ചെയ്യുന്നത് പിന്നെ ഈ നമ്മുടെ സിനിമ പാട്ടും നാടകഗാനങ്ങളും ലളിതഗാനങ്ങളും തന്നെയാണ്. അപ്പോൾ സംഗീതം മനുഷ്യർക്കുള്ള പാട്ടിൻ്റെ ആവശ്യങ്ങളെ, മനുഷ്യൻ്റെ പാട്ടാവശ്യം എന്നാണ് ഞാനതിന് പറയാറ്. ഈ പാട്ടാവശ്യം നിറവേറ്റുന്നതിൽ ചലച്ചിത്രഗാനങ്ങൾ വലിയ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ കാലഘട്ടത്തിൽ ഇതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. കാരണം സിനിമയെ മാത്രം ആശ്രയിച്ചിരുന്ന, ഒരു പാട്ടിന് വേണ്ടി സിനിമയെ ആശ്രയിച്ചിരുന്ന ആ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങനെ ആവശ്യമില്ല. ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു പാട്ട് കേൾക്കണമെങ്കിൽ, പാട്ട് കിട്ടണമെങ്കിൽ ഒരു സിനിമ വരണം. ഈ സിനിമ വന്നാൽ അതിൽ പിന്നെ പാട്ടുകളുണ്ടാകും. ആ പാട്ടുകൾ ആകാശവാണി മാത്രമേ അന്നുള്ളൂ, റേഡിയോ മാത്രമേ ഒരു ഉപകരണമായിട്ടുള്ളൂ. റേഡിയോയിലൂടെ ആകാശവാണി നിശ്ചയിക്കുന്ന സമയത്ത്, ചിലപ്പോൾ 6 മണിക്കോ 7 മണിക്കോ 8 മണിക്കോ എപ്പോഴാണെന്ന് വെച്ചാൽ അവർ നിശ്ചയിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കാം. അല്ലാതെ നമുക്ക് ആഗ്രഹിക്കുമ്പോൾ കേൾക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള കാലഘട്ടം ഒരുപാട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയാണ്. പിന്നെ ഈ വളരെ അടുത്ത കാലത്താണ് ടൈപ്പ് റെക്കോർഡർ എന്നുള്ള സാധനം വന്നു. അതിൽ കാസറ്റിൽ പാട്ട് പിടിച്ച് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള സമയത്ത് കേൾക്കാം എന്നുള്ളൊരു സംവിധാനം വന്നു. പിന്നെ CD വന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താ, ഇപ്പോൾ ഏത് പാട്ട്, ഏത് ഭാഷയിലെ, ഏത് സംസ്കാരത്തിൻ്റെ എങ്ങനെയുള്ള പാട്ട് എപ്പോൾ വേണമെങ്കിൽ കേൾക്കാം എന്നുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചലച്ചിത്രഗാനങ്ങൾക്ക് വേണ്ടി, പാട്ടിന് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യരുടെ പാട്ടാവശ്യം നിറവേറ്റാൻ വേണ്ടി സിനിമകൾ കാത്തിരിക്കേണ്ടതോ സിനിമ പാട്ടുകൾക്ക് വേണ്ടി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വേറെ രീതിയിൽ ഒരു സംഗീത സംസ്കാരം ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് പിന്നെ മലയാളിയുടേതായിട്ടുള്ള ഒരു സിനിമാ ബാഹ്യമായിട്ടുള്ള, സിനിമയിൽ നിന്ന് പുറത്തുള്ള ഒരു സംഗീതം ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പുതിയ ഈ ടെക്നോളജി നമുക്ക് തന്നിട്ടുള്ള ഒരു സൗകര്യം കൂടിയാണത്. പുതിയ കാലഘട്ടത്തിൽ ഇനി പാട്ടുകളുടെ വികാസം അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ആരും പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാട്ടിന് വേണ്ടിയിട്ടോ സിനിമയെ ആശ്രയിക്കുന്ന രീതിയൊന്നും ഇല്ല. സത്യത്തിൽ സിനിമയിൽ പാട്ടിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ ചോദ്യമാണ്. ചിലപ്പോൾ ചില സിനിമകൾ നമുക്ക് കാണുമ്പം അറിയാൻ പറ്റും അതിലെ പാട്ടില്ലായിരുന്നെങ്കിൽ ആ സിനിമ ഒന്നുമല്ല. കാരണം അത്രമാത്രം അതിനോട് ചേർന്നിട്ടുണ്ടാവും. ഞാൻ പഴയ സിനിമകളുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ചെമ്മീൻ എന്നൊക്കെ പറയുന്ന സിനിമ കണ്ടു നോക്കൂ. അതിൽ ആ പാട്ടുകൾ എത്രമാത്രം ആ സിനിമയായിട്ട് എഴുകി ചേർന്ന് കിടക്കുന്നു. ആ പാട്ടുകളില്ലായിരുന്നെങ്കിൽ
ആ സിനിമ ഇത്ര സുന്ദരമാകുമായിരുന്നില്ല. അങ്ങനെ പല സിനിമകളുണ്ട്. അതല്ലാതെ പലതിലും ഏച്ച് കെട്ടിയ പോലെ നിർബന്ധം പാട്ട് വേണമെന്നുള്ള ഒരു അലിഖിത നിയമമുള്ളതുകൊണ്ട് അങ്ങനെ ചേർക്കപ്പെടുന്ന സംഗതികളുണ്ട്. ഇന്ന് പക്ഷേ ഈ ആദ്യകാലത്ത് ഉണ്ടായിരുന്നൊരു പർപ്പസിനല്ല പാട്ടുകൾ ഉപയോഗിക്കുന്നത്. ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു പർപ്പസിനല്ല. അന്ന് ഇപ്പോൾ മരം ചുറ്റി ഓടി പ്രണയിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. ചുണ്ടനക്കി പാടുന്ന നായകന്മാരില്ല, ചുണ്ടനക്കി പാടുന്ന നായികമാരില്ല. അത് വേറെ തരത്തിൽ ആണത് വരുന്നുണ്ട്. അപ്പോൾ ഇത് സിനിമ മാറുന്നതിനനുസരിച്ച് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സിനിമാ ഗാനങ്ങളുടെ ഭാവി എന്താവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. മിക്കവാറും സിനിമയിലെ പാട്ടുകളുടെയൊക്കെ കാലം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്ത് സ്വതന്ത്രമായിട്ടുള്ള ഒരു കലാരൂപമായി സംഗീതം, ലളിത സംഗീതം ഉയർന്നു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ ഈ വിമല കോളേജിൽ ഇത്തരമൊരു വിഷയത്തെപ്പറ്റി വളരെ ആഴത്തിലുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഇവിടുത്തെ അധ്യാപകരോടും നിങ്ങളോടെല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി.